ഈ പാലക്കാട്ടേക്ക് പോയാൽ അവിടെ മദ്യക്കമ്പനിയുമായിട്ടുള്ള വിവാദങ്ങൾ അത് പതഞ്ഞു പൊങ്ങുകയാണ്. ഒരു വശത്ത് ഈ പഞ്ചായത്ത് അധികൃതരൊക്കെ ഇന്ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനൊക്കെ ഒരുങ്ങുകയാണ്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് ഈ പ്രദേശം സന്ദർശിക്കുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ ഇടയിൽ ഈ മദ്യക്കമ്പനിയെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ CPI ജില്ലാ എക്സിക്യൂട്ടീവ് യോഗവും ഇന്ന് ചേരുന്നുണ്ട്. പദ്ധതിക്ക് മേൽ എതിർപ്പുകളൊക്കെ ശക്തമായതോടെയാണ് CPI ഈ പ്രശ്നം ചർച്ച ചെയ്യുന്നത്. ചർച്ചയിലെ പൊതു അഭിപ്രായം സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കും. മദ്യക്കമ്പനിയുടെ പദ്ധതി പ്രദേശം രമേശ് ചെന്നിത്തല ഇന്ന് സന്ദർശിക്കുകയും ചെയ്യും. പ്രസാദ് ഉടുമ്പശ്ശേരിയുണ്ട്. പ്രസാദ്, ഈ ചർച്ചകളൊക്കെ പല വിധത്തിൽ പുരോഗമിക്കുമ്പോഴും ബിനോയ് വിശ്വം കഴിഞ്ഞ ദിവസം പറഞ്ഞത് ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ചുകൊണ്ടുള്ള ഒന്നിനും ഞങ്ങൾ കൂട്ടുനിൽക്കില്ലെന്നാണ്. പക്ഷേ MV ഗോവിന്ദൻ അതിനെ ഒന്ന് മയപ്പെടുത്തുന്ന സമീപനമായിരുന്നു കഴിഞ്ഞ ദിവസം. കാരണം ഈ ബിനോയ് വിശ്വത്തിന് അതേ നിലപാട് തന്നെയാണ് CPM-നും. ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒന്നിനും CPM കൂടെ നിൽക്കില്ല. ഈ പദ്ധതി ജനങ്ങളെ ദ്രോഹിക്കുന്നതല്ല എന്ന ഉറച്ച നിലപാടിൽ CPM തുടരുന്നു. അപ്പോൾ CPI-യിലെ പ്രാദേശിക ഘടകങ്ങളുടെ എതിർപ്പൊക്കെയുണ്ട്. അതിനെ തുടർന്നാണ് ഇത് ചർച്ചയ്ക്കൊക്കെ വരുന്നത്. അപ്പോൾ ഇന്ന് എങ്ങനെയായിരിക്കും ചർച്ചകൾ മുന്നോട്ട് പോവുക? ഒപ്പം രമേശ് ചെന്നിത്തല ഇന്ന് അവിടെ എത്തുന്നുണ്ടല്ലോ. സതലക്ഷ്മി, CPIയുടെ പ്രാദേശിക നേതൃത്വം ഈ പദ്ധതി പൂർണ്ണമായും ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണം എന്നുള്ളത് ആവശ്യപ്പെട്ടതാണ്. ഏതെങ്കിലും തരത്തിൽ അത് കുടിവെള്ള വിതരണത്തെ ബാധിക്കുകയാണെങ്കിൽ, അവിടുത്തെ പ്രശ്നങ്ങൾ നിൽക്കുകയാണെങ്കിൽ ആ പദ്ധതി നടത്തരുത് എന്നുള്ള അഭിപ്രായവും CPIയുടെ പ്രാദേശിക നേതൃത്വത്തിലുണ്ട്. എന്തായാലും അക്കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഇന്ന് CPIയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് പാലക്കാട് ചേരുന്നുണ്ട്. ഇതിന്റെ എല്ലാ വശങ്ങളും പരിശോധിക്കുമെന്ന് തന്നെയാണ് ജില്ലാ സെക്രട്ടറി നേരത്തെ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനുശേഷമായിരിക്കും CPI ഒരു അഭിപ്രായം ഇക്കാര്യത്തിൽ പറയുക. നേരത്തെ ബിനോയ് വിശ്വം പറഞ്ഞിരുന്നു കുടിവെള്ളത്തെ മറന്നുകൊണ്ടുള്ള വികസന പദ്ധതികൾ വേണ്ട എന്നുള്ളതാണ്. എന്നാൽ ഈ പദ്ധതിയിൽ നേരത്തെ തന്നെ സർക്കാരും അതോടൊപ്പം തന്നെ CPM-ഉം എല്ലാം തന്നെ വ്യക്തമാക്കുന്നത് വാട്ടർ അതോറിറ്റിയുടെ വെള്ളത്തെ പോലും കൂടുതൽ ആശ്രയിക്കേണ്ടി വരുന്നില്ല. ഇവർ മഴവെള്ള സംഭരണി നിർമ്മിച്ചുകൊണ്ടാണ് 5 ഏക്കറിൽ മഴവെള്ള സംഭരണി നിർമ്മിച്ചുകൊണ്ടാണ് ഈ പദ്ധതിക്ക് ആവശ്യമായ ഭൂരിഭാഗവും വെള്ളം എടുക്കുക എന്നുള്ളതാണ്. എന്തായാലും അതെല്ലാം പരിശോധിച്ചുകൊണ്ടായിരിക്കും ഒരു നിലപാടിലേക്ക് CPIയുടെ ജില്ലാ നേതൃത്വം എടുക്കുക. അത് സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കും. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ് ഈ യോഗമുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രമേശ് ചെന്നിത്തല ഇന്ന് വൈകുന്നേരം 5 മണിയോടുകൂടി ഈ പദ്ധതി പ്രദേശം സന്ദർശിക്കുന്നുണ്ട്. ഈ പദ്ധതിക്കെതിരെ തുടക്കം മുതൽ തന്നെ ഇതൊരു അഴിമതിയാണ് എന്നും അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും റദ്ദാക്കണമെന്ന അഭിപ്രായം ഉന്നയിച്ച് മുന്നോട്ട് വരുന്ന നേതാവാണ് രമേശ് ചെന്നിത്തല. കോൺഗ്രസ് ഒന്നാകെ തന്നെ ഈ കാര്യത്തിൽ ഈ പദ്ധതി ഉപേക്ഷിക്കണമെന്നാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. കോൺഗ്രസ് ഭരിക്കുന്ന എലപ്പുള്ളി പഞ്ചായത്തെല്ലാം അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ ദിവസം എലപ്പുള്ളിയിലെ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് മുഖ്യമന്ത്രി ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകും എന്ന് പറയുന്നത് ധാർഷ്ട്യമാണ്, ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് എന്നുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കിയിരുന്നു. രമേശ് ചെന്നിത്തല എന്തായാലും ഈ പദ്ധതി പ്രദേശം സന്ദർശിക്കുകയാണ്. നേരത്തെയും കഞ്ചിക്കോട് മേഖലയിൽ 2 ബ്രൂവറി തുടങ്ങുന്നതിന് വേണ്ടി സർക്കാർ തീരുമാനിച്ച സമയത്തും ശക്തമായ എതിർപ്പുമായി വന്ന നേതാവാണ് രമേശ് ചെന്നിത്തല. ഈ വിഷയത്തിലും ചെന്നിത്തല ഇന്ന് വൈകുന്നേരം ഈ സ്ഥലം സന്ദർശിക്കുകയും അദ്ദേഹം അവിടുത്തെ ആളുകളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. ശരി പ്രസാദ്, കഴിഞ്ഞ ദിവസമൊക്കെ പ്രതിപക്ഷത്തെ പരസ്യമായി വെല്ലുവിളിച്ചിരുന്ന മന്ത്രി MB രാജേഷ് ഈ വിവാദമൊക്കെ പൊളിഞ്ഞു, പറഞ്ഞതൊക്കെ കള്ളത്തരമാണെന്ന് നാട്ടുകാർക്കൊക്കെ മനസ്സിലായി. കള്ളത്തരമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചില്ല, പരസ്യമായി വെല്ലുവിളിക്കുന്നു എന്നൊക്കെ മന്ത്രി MB രാജേഷും പറയുകയുണ്ടായി. അപ്പോൾ ഇന്നിപ്പോൾ CPI ചർച്ചയ്ക്കെടുക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തല പദ്ധതി പ്രദേശം സന്ദർശിക്കുന്നുമുണ്ട്. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്.